സുഹൈൽ മുഹമ്മദ് കൂടി ചെയ്യുന്നു. സുഹൈൽ, മാർക്കോ റൂബിയോ എന്താണ് പറഞ്ഞതെന്ന് റൂബിയോയ്ക്ക് പോലും മനസ്സിലായില്ല. അതായത് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് അറിയാമായിരുന്നു, അങ്ങനെ ആക്രമിച്ചാൽ ഇസ്രായേൽ അമേരിക്കയെ ആക്രമിക്കും, അതുകൊണ്ട് അമേരിക്ക പോയി ഇറാനെ ആക്രമിച്ചു എന്നൊക്കെ ആർക്കും മനസ്സിലാവാത്ത ചില വിചിത്രവാദങ്ങൾ പറയുകയായിരുന്നു. 4 അമേരിക്കൻ സൈനികർ ആദ്യം കൊല്ലപ്പെട്ടു, ഇപ്പോൾ അത് 6 എന്ന് ഉയരുന്നു. IRGS പറയുന്നത് 40 അമേരിക്കൻ സൈനികർ എന്നാണ്. കൂടുതൽ കാഷ്വാലിറ്റി ഉണ്ടാകും എന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ പറയുന്നു. ആ കാഷ്വാലിറ്റിയിൽ അമേരിക്കൻ സൈനികരുടെ ചോരയിൽ അമേരിക്കക്കകത്ത് പ്രതിഷേധം പുകഞ്ഞു തുടങ്ങുന്നുണ്ട്. പിന്നെയും കരയാക്രമണത്തിൽ പോലും ഞങ്ങൾ സജ്ജമാണ് എന്ന് ട്രംപ് പറയുന്നത് എങ്ങനെയാണ് സുഹൈൽ? കാശ്മീർ കാറ്റ് വിതച്ച് അത് കൊടുങ്കാറ്റാകുന്നു എന്ന് നമ്മൾ അല്പം സങ്കടത്തോടെ തന്നെ പറയേണ്ട സ്ഥിതിയിലേക്കാണ് മധ്യപൂർവേഷ്യ കടന്നു പോകുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഏറ്റവും പ്രധാനമായും പറയേണ്ടത്, കാശ്മീർ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ യുദ്ധം തുടങ്ങാൻ എളുപ്പവും അത് അവസാനിപ്പിക്കാൻ ഏറെ പ്രയാസവുമാണെന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതായത് തുടങ്ങിയത് എന്തിന് എന്ന ചോദ്യത്തിന് വിചിത്രമായ ഉത്തരങ്ങൾ ലഭിക്കുന്നു. ഇന്നലെ ഏറ്റവും ഒടുക്കം ട്രംപ് ഈ യുദ്ധം തുടങ്ങിയത് മുതലൊക്കെ ട്രൂത്ത് സോഷ്യൽ മാത്രം പ്രതികരിച്ചിരുന്നു. ഏറ്റവും ഒടുക്കം ജനങ്ങളെ അഭിസംബോധന ചെയ്യേണ്ട ഒരു ഘട്ടത്തിലേക്ക് ട്രംപ് എത്തി. കാരണം അമേരിക്കൻ സൈനികർക്ക് ജീവൻ നഷ്ടമാകുന്നു. യുദ്ധത്തിൽ ജനങ്ങളോട് മറുപടി പറയേണ്ട, ജനങ്ങളുടെ പിന്തുണ തേടേണ്ട സാഹചര്യത്തിൽ എത്തിയപ്പോൾ മാത്രമാണ് ട്രംപ് ജനങ്ങളെ അഭിസംബോധന ചെയ്തത്. ആ അഭിസംബോധനയിൽ പ്രധാനമായും പറഞ്ഞ കാര്യം ഇറാൻ അമേരിക്ക ഭീഷണി ആയതുകൊണ്ട് ഇറാനെ ആക്രമിച്ചു എന്നുള്ളതാണ്. ആ മറുപടി പറഞ്ഞ അല്പസമയം കഴിയും മുമ്പാണ്, അല്ലെങ്കിൽ ഒരു ദിവസം പിന്നിടുമ്പോഴാണ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആർക്കും ഒരു എത്തും പിടിയും കിട്ടാത്ത ഒരു ഉത്തരം പറഞ്ഞത്. ആ ഉത്തരത്തിന് ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, ഇസ്രയേലിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അമേരിക്ക ഇറാനെ ആക്രമിച്ചത്. അതിനപ്പുറത്തേക്ക് അമേരിക്കയ്ക്ക് ഇറാൻ ഒരു ഭീഷണിയാകുന്നുവെന്ന വാർത്ത റൂബിയോനെ തള്ളുന്നു. അതായത് ഇസ്രയേലിനെ വഴപ്പെട്ട് നമ്മളൊക്കെ കരുതുന്ന എപ്പോഴും അമേരിക്ക സൂപ്പർ പവറും ഇസ്രയേൽ ക്ലൈന്റ് രാഷ്ട്രവുമാണെന്നാണ്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ അല്ലെങ്കിൽ മാർക്ക് റൂബിയുടെ പ്രതികരണങ്ങൾ എടുക്കുമ്പോൾ ക്ലൈന്റ് രാഷ്ട്രമായി അമേരിക്ക മാറുന്നു എന്ന് നമ്മൾ സംശയം വരുന്നു. കാരണം ഈ ഫെബ്രുവരി 6 ആദ്യഘട്ട ചർച്ച ഇറാനും അമേരിക്കയും തമ്മിൽ ആണവ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട് ഒമാനിൽ നടക്കുന്നത്. ഈ ചർച്ച നടക്കുന്ന സമയം മുതൽ ഇസ്രയേൽ ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ അമേരിക്ക സൈനിക നീക്കത്തിൽ പിന്മാറുമെന്ന ആശങ്ക ഇസ്രയേലിൽ ഉണ്ട് എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. കാരണം ഫെബ്രുവരി 6 ആദ്യത്തെ ആണവ നിരായുധീകരണ ചർച്ചയ്ക്ക് ഇറാനും അമേരിക്കയും ടേബിളിൽ എത്തുന്ന സമയത്ത് ചർച്ച ശുഭകരമായ പരിസമാപ്തിയിൽ എത്തുമോ എന്ന ആശങ്ക ഇസ്രായേലിനുണ്ടെന്ന് തോന്നിക്കും വിധം ഫെബ്രുവരി 11 ട്രംപുമായി നെതന്യാഹു അമേരിക്കത്തിൽ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതിന്റെ പ്രധാന ഉദ്ദേശമായി നമുക്ക് നിലവിൽ അനുമാനിക്കാൻ സാധിക്കുക, ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു കോംപ്രമൈസിലേക്ക് ആണവ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട് ഇറാനും അമേരിക്കയും തമ്മിൽ എത്തിക്കഴിഞ്ഞാൽ, ഇറാനും അമേരിക്കയുടെ പ്രശ്നം അവിടെ തീർന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയാകുന്ന ഇസ്രായേലിനാണ്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആ മേഖലയിലെ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി ഇറാനാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു കാലത്തും അമേരിക്ക ഇറാൻ തമ്മിലുള്ള പ്രശ്നം തീരരുതെന്ന് അങ്ങേയറ്റം ആഗ്രഹിച്ച രാജ്യം ഇസ്രായേൽ തന്നെയാണ്. അങ്ങനെ ഇസ്രായേലിനെ വഴങ്ങിക്കൊണ്ട് വിധേയപ്പെട്ടുകൊണ്ടാണ് അമേരിക്ക നിലവിൽ യുദ്ധം നടത്തിയെന്ന രീതിയിലേക്കുള്ള അനുമാനങ്ങൾ ലോകരാജ്യങ്ങളിലടക്കം വരുന്നുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മാർക്ക് റൂബിയുടെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണമാണ്. ഇസ്രായേലിന് വേണ്ടി അമേരിക്ക ഇറാനെ ആക്രമിച്ചു എന്ന പ്രതികരണം ആ രീതിയിൽ വിലയിരുത്തപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. രണ്ടാമത്, ഇതിനൊരു അവസാനം വേണം. കണ്ണും പൂട്ടി ഇറാൻ അടിക്കുന്നു നമ്മൾ പറയുമ്പോഴും കണ്ണും പൂട്ടി അടിക്കുന്നതിനിടെ ഇറാന് കൃത്യമായ കണക്കൂട്ടലുണ്ട്. കാരണം നമുക്കറിയുന്ന പോലെ തന്നെ വ്യോമാക്രമണം കൊണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എയർ സ്ട്രൈക്കുകൾ കൊണ്ടോ ഒരു രാജ്യത്തെ ഭരണത്തെ അട്ടിമറിക്കുകയോ അതിനെ കീഴ്പ്പെടുത്താൻ സാധിക്കുന്ന കാര്യമല്ല. പക്ഷേ നിലവിൽ നമുക്കറിയുന്ന ഒരേ ഒരു കാര്യം, കരയുദ്ധം മാത്രമാണ് ഇറാനെ കീഴ്പ്പെടുത്താൻ, ഇറാനെ കീഴടപ്പിക്കാൻ അമേരിക്ക മുന്നിൽ നിർവാഹമുള്ളൂ. അങ്ങനെ കീഴ്പ്പെടുത്തണമെങ്കിൽ അമേരിക്ക ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്നത് മധ്യപൂർവേഷ്യയിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളാണ്, അമേരിക്കൻ ബേസുകളാണ്. ആ ബേസുകളെ ഇല്ലാതാക്കുക എന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം റീറ്റാലിയേറ്ററി ആക്ഷൻ മാത്രമല്ല, അതൊരു പ്രതിരോധം മാത്രമാണ്. നമ്മൾക്കറിയുന്ന പോലെ തന്നെ ഇസ്രായേലിനെ അമേരിക്കയൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ അത്ര ശക്തമായ എയർ ഡിഫൻസ് മെക്കാനിസം ഒന്നും ഇറാനില്ല. അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഈ വ്യോമതാവളങ്ങളിലേക്ക് എയർ സ്ട്രൈക്കുകൾ നടത്തുന്ന ഒരു പ്രത്യാക്രമണം എന്ന രീതിയിൽ മാത്രമല്ല നമ്മൾ കരുതേണ്ടത്, അതിനൊപ്പം ഒരു പ്രതിരോധമാണ്. അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ ആ കേന്ദ്രങ്ങളിൽ നിന്ന് ഇറാനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആക്രമണം ഉണ്ടായാൽ അത് പ്രതിരോധിക്കാൻ തക്കത്തുള്ള വലിയൊരു ഹൈലി എക്വിപ്ഡ് ആയ ഒരു ഡിഫൻസ് മെക്കാനിസം ഇറാനില്ല. അതുകൊണ്ട് ഈ പ്രത്യാക്രമണത്തെ നമുക്ക് പ്രതിരോധം എന്ന് കണക്കാക്കാനാവും. അത് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ മാത്രമല്ല, ഈ പറയുന്ന GCC രാജ്യങ്ങൾ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഇന്നലെ സൈപ്രസിൽ UK മിലിറ്ററി ബേസിൽ ആക്രമണം ഉണ്ടായത് നമ്മൾ കേട്ടു. അതേപോലെ തന്നെ ഇറാഖിലുണ്ടായത് നമ്മൾ കേട്ടു. ഏറ്റവും ഒടുക്കം UAE ഓസ്ട്രേലിയൻ സൈനിക ബേസാണ്. അതായത് നമ്മൾക്കറിയുന്ന പോലെ തന്നെ അമേരിക്കൻ ശക്തിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നാറ്റോ രാജ്യങ്ങൾക്കും ഇത്തരത്തിൽ മധ്യപൂർവേഷ്യകളെല്ലാം സൈനിക ബേസുകളുണ്ട്. ഇതടക്കം ആക്രമിച്ചുകൊണ്ട് ഒരു അഡ്വാൻസ്ഡ് കരുതലാണ് ഇറാൻ ഇപ്പോൾ നടത്തുന്നത്. ആ സ്ഥലങ്ങളിൽ നിന്നൊക്കെ നാളെയോ മറ്റന്നാളോ ഒരു കരയുദ്ധം എന്ന രീതിയിലേക്ക് നീങ്ങിയാൽ അവിടെ നിന്നൊക്കെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യാക്രമണം എന്ന വാക്കിന് അപ്പുറത്തേക്ക് അത് പ്രതിരോധം എന്ന കണക്കാണ് നിലവിൽ ഇറാന്റെ ആക്രമണങ്ങൾ നടക്കുന്നത്. ഇനി സമാധാനത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ സമാധാനം IRGCയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. അതിന് ഉദാഹരണം ഈ പറയുന്ന സൗദി അരാംകോയിലുള്ള എണ്ണ റിഫൈനറി ആക്രമിച്ച് എന്തിനാണ് ചോദ്യത്തിന് അബ്ബാസ് അറാഖ്ചി പറയുന്നത് അതെനിക്കറിയില്ല, അത് IRGCയോട് ചോദിക്കണമെന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.